ഹലോ ഗൈസ്, അരിയാൻ കമ്പനിയുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ കുറെ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിടും. അപ്പം വളരെ ലോങ് ടൈമിൽ എൻ്റെ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോംബ് പ്രാങ്ക് ആണ്. ബോംബ് പ്രാങ്ക് ഇതിനു വേണ്ടി ബോംബ് മേക്കിംഗ് ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് മേക്കിംഗ് ഓഫ് എ ബോംബ്. ഇപ്പം ബോംബ് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം കൊണ്ടിട്ടുണ്ട്. നമുക്ക് ബോംബ് എടുക്കാം പോലെ കമോൺ. ഗൈസ്, ഒരുപാട് പടക്കക്കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ബോംബിൻ്റെ ഒരു രൂപം മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കൊരു തുണി എടുത്ത് അതിൻ്റെ മേളിൽ പേപ്പർ പൊതിഞ്ഞ് തിരി വെച്ചിട്ട് നമുക്ക് ഈ ചാക്കയുടെ വെച്ച് കെട്ടിക്കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഒരു ബോംബിൻ്റെ ഒരു ഷേപ്പ് ആവുന്നത്. എന്തായാലും വലിയൊരു ബോംബ് മീൻസ് ഒരു തോട്ട, വലിയൊരു തോട്ടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ തോട്ട ഇപ്പോൾ റെഡി ആവുന്നതാണ്. ഗൈസ്, ആദ്യം തന്നെ പറയട്ടെ, ഇതിൽ വേറെ രാസവസ്തുക്കളോ വെടിമരുന്നോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറും തുണിയും പേപ്പറും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ തോട്ട റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോകാം അല്ലേ. കമോൺ ഗൈസ്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ സെർച്ചിങ്ങിന് ശേഷം ഒരു കടയിലെ ഒരു അപ്പച്ചനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നേരെ പോകാം. അപ്പച്ചൻ പാക്കരി എന്ന കത്തി കൊണ്ട് തന്നെ കുത്തിയില്ലെങ്കിൽ ഭാഗ്യം. ഒരു ഗോൾഡ് എന്നാ ഉണ്ട്? ഞാൻ നല്ല പരിചയമുണ്ടല്ലോ. ഇവിടെയാണോ താമസിക്കുന്നത്? ആ, ഒന്ന് ഇറങ്ങി വരാം. ഞാൻ പൈസ ഇച്ചിരി മടുപ്പായിരുന്നേ കയ്യില്. പിന്നെ വല്ലതും തന്നാ മതിയോ? ആ ആ പോടെ ബുദ്ധിമുട്ടാ. ജോലിയൊന്നും ഇല്ല. ജോലിയൊന്നും ഇല്ല. അതുകൂടാതെ ഇപ്പം പറഞ്ഞ പണ്ട് കുഞ്ഞിലേ നമ്മുടെ അനിയൻ ഇതുപോലെ വീട്ടിൽ നിന്ന് നാട് വിട്ടു പോയായിരുന്നു. അപ്പോൾ ആ വിഷമത്തിലായി വലിയ തുടങ്ങി. ഞാനേ അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇതുപോലെ ഞങ്ങളുടെ വീട്ടിലിതുപോലെ ഈ മത്തിയൊക്കെ മേടിക്കുമ്പോഴേ സംഭവം അമ്മയ്ക്ക് അവനോട് കൂടുതൽ സ്നേഹം. അങ്ങനെ മത്തിയൊക്കെ മേടിക്കുന്ന സമയത്ത് പരിഞ്ഞിൽ അമ്മ അവന് കൊടുക്കും, എനിക്ക് തരത്തില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായി. ഭയങ്കര പൊരിഞ്ഞ അടിയുണ്ടായി. അടിയെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് പോയി, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ആണ് ഇപ്പോൾ ഈ സിഗരറ്റ് വലിയ പരിപാടി തുടങ്ങിയത്. ഓ, ഇപ്പോൾ ജീവിക്കണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല ചേട്ടാ. ചേട്ടൻ്റെ പേരെന്നാ? ആ, ഓ, എന്തായാലും ഇനിയിപ്പം ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഈ തോട്ടാ പൊട്ടി നമുക്ക് മരിക്കാന്നുള്ളൂ അല്ലേ ചേട്ടാ? ഇവിടെ വെച്ചുകൂടി അവൻ മാറിന്ന് കൂട്ടില്ലോ. അവിടെ മാറിന്ന് കൂട്ടിച്ചു മാറിക്കേ. ഞാൻ തോട്ട കൂട്ടിക്ക് എന്നെ കൂടി അങ്ങോട്ട് മാറിന്ന് കൂട്ടിച്ചു. ട്രാൻസ്ജെപ്പൻ്റെ കീഴെ കൂടെ പോളും. ഞാനേ തോട്ടാന്ന് വിളിക്കുവാ. ഇത് തോട്ടയൊന്നുമല്ല. ഞങ്ങളെ ഈ വാ
പറയട്ടെ, ഞങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്താ, ചുമ്മാ അല്ല, സീരിയസ്ലി ഞങ്ങൾ യൂട്യൂബ് ചാനൽ വന്ന ചേട്ടാ ക്യാമറ വരാൻ പറ. ശരിക്കുള്ളൊരു ഒരു ബോംബാന്ന് വിചാരിച്ചോ? ആ പിന്നെ പേടിച്ചോ? പേടിച്ചു പോയി. ഇറങ്ങി വന്നേ. എന്നാ അച്ഛൻ്റെ പേരെന്നാ? എൻ്റെ പേര് ഏലിയാസ്. ഏലിയാസോ? ആ, ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഹരിയാൻ കമ്പനി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വരുവാ. ഞാൻ പെണ്ണിനെ വിളിക്കാവേ. ആ പറഞ്ഞു. എന്നാ ഇത്ര ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പേടിച്ചത് തൊട്ട് കീഴെ ട്രാൻസ്ഫോമർ, നമ്മൾ പോകുന്നതിന് കുഴപ്പമില്ല, ട്രാൻസ്ഫോമർ ഇരിക്കുന്നു. ഇത്ര അടുത്ത് വീടുകളുണ്ട്, ഇത്ര റോഡ് സൈഡ്. അത് പേടിച്ചത് തന്നെയാണ്. അപ്പോൾ കടയെല്ലാം പൊട്ടിത്തെറിക്കാൻ പോവാണ്. ഞാനിവിടെ വന്ന് ലൈവായിട്ട് പൊട്ടിത്തെറിക്കാൻ നിങ്ങൾ പോകും, ഞാനും അതിന് ഉത്തരവാദിയാണ്. അത് ഓർത്ത ഓടിയത്. ഞാൻ സിഗരറ്റ് ഉണ്ടായിരുന്നു, ആ സിഗരറ്റിനാണ് നിങ്ങൾ തീ കൊടുക്കുന്നതാണ് എൻ്റെ വിചാരം. അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ നല്ലതായിട്ട് പേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പേടിച്ചു. കുഴപ്പമില്ല. അപ്പം നമ്മുടെ വക ഓണത്തിന് ഒരു ഓണ ഗിഫ്റ്റ് ഉണ്ട്, അത് മേടിക്കണം. ഓക്കെ, എടാ ഈ ബോംബ് പിടിച്ചു. ഇത് ഹരിയാൻ കമ്പനി ചാനലിൻ്റെ വക ഒരു മുണ്ട്. സന്തോഷമായി. ഗൈസ്, ഹരിയാൻ കമ്പനിക്ക് വേണ്ടി ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തരംഗം ടെക്സ്റ്റൈൽസ്. നമ്മുടെ കോട്ടയം പാക്കിൽ കവലയിലാണ് ഷോപ്പ്. ഓണത്തോടനുബന്ധിച്ച് ഇവിടെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം. പ്രൈസും വളരെ അഫോർഡബിൾ ആണ്. ചാനൽ വരുമോ? പിന്നെ ചാനൽ വരും. അങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞു. ഹായ്, ചാനൽ വരണം കേട്ടോ. ചാനൽ വരും. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ഹരിയാൻ കമ്പനിയുടെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.